അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് മരിയ. ഞാൻ ഒലവക്കോട് ഇടവയിൽ നിന്ന് വരുന്നു. എനിക്ക് 1 മാസമായി ബ്രസ്റ്റിൻ്റെ അവിടെ ഒരു തടുപ്പ്, ഭയങ്കര വേദനയായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ 3 ദിവസത്തെ മരുന്ന് കഴിച്ച് ഭേദമില്ലെങ്കിൽ ടെസ്റ്റിന് അയക്കാൻ പറഞ്ഞു. പക്ഷേ 3 ദിവസം മരുന്ന് കഴിച്ചിട്ട് ഭേദമായില്ല. പക്ഷേ എന്തായാലും ഞാൻ ഈ നോമ്പ് സമയമല്ലേ, എവിടെ ഹോസ്പിറ്റലിൽ പോയില്ലാൻ തീരുമാനിച്ചു. കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ ഇവിടെ വന്നു. കുർബാന സമയത്ത് അച്ഛൻ കൈ വെച്ച് ഇങ്ങനെ പറഞ്ഞു, ഈ ഭാഗത്ത് ഭയങ്കര വേദനയുള്ള ഒരാളെ സുഖപ്പെടുത്തുന്നു, കൈ പൊന്തിക്കാമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ പൂർണ്ണമായി ഭേദമായി. അതിന് ശേഷം ഈ വെള്ളിയാഴ്ച സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പോയി. പിന്നെ താഴെ പോയിട്ട് എനിക്ക് ഔസേപ്പിതാവിനോട് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. അത് അച്ഛൻ പറഞ്ഞു, ഔസേപ്പിതാവിനോട് വിശ്വാസം അധികമില്ലാതെ ഒരാൾ ഇവിടെ ഉണ്ട് പറഞ്ഞു. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ അത് എനിക്കാണ് പറഞ്ഞു. ഞാൻ താഴെ പോയി കുമ്പസാരിച്ചു, കുർബാന സ്വീകരിച്ചിട്ട് വീട്ടിലേക്ക് പോയി. പിന്നെ ഇന്ന് വരെ, ഈ നിമിഷം വരെ എനിക്ക് ആ വേദന ഉണ്ടായിട്ടില്ല. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഔസേപ്പിതാവിൻ്റെ ആ തിരുനാളിൻ്റെ ആ ബുധനാഴ്ച ദിവസമാണ് സൗഖ്യം കിട്ടിയത്. അന്ന് ഡോക്ടറെ കാണാൻ പോയിട്ട് കണ്ടില്ല അല്ലേ? ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ ഇങ്ങോട്ടാണ് വന്നത്. ആസ്പത്രി പോയിട്ട് ഡോക്ടർ ഉണ്ടായില്ല. ഇല്ല, അങ്ങനെ തിരിച്ചിങ്ങോട്ട് വന്നു. ഇവിടെ വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കാമെന്ന് പറഞ്ഞു. അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ കാണാത്ത ഡോക്ടർ വന്ന് കണ്ടു, ഈശോമിശിഹായെ കണ്ടു. പക്ഷെ അച്ഛൻ കൈ വെച്ച് പറഞ്ഞു, ഈ ഭാഗത്ത് 2 പ്രാവശ്യം ഈ ഭാഗത്ത് വേദന, ഈ ഭാഗത്ത് വേദനയുള്ളൂ. അപ്പം എനിക്ക് ഞാൻ തന്നെയെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി. ആ കുർബാന കഴിഞ്ഞ പിന്നെ ഞാൻ അച്ഛനെ ഇവിടെ നിന്ന് പറഞ്ഞില്ല, അച്ഛൻ്റെ റൂമിൽ പോയിട്ട് അച്ഛൻ ഞാനാണ് പറയുമ്പോൾ അച്ഛൻ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നിങ്ങൾ ഔസേപ്പിതാവിൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ആവശ്യം. നമ്മുടെ സഭയിൽ ഏറ്റവും അത്ഭുത പ്രവർത്തനായ മധ്യസ്ഥനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങൾക്കും ഔസേപ്പിതാവിനെ ചെയ്തു തരാനുള്ള വലിയ കഴിവുണ്ട്. അതുകൊണ്ട് രാവിലെയും വൈകിട്ടും നിങ്ങൾ ഔസേപ്പിതാവിൻ്റെ ജപം ചൊല്ലണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു.